So, we will discuss the second chapter, distribution of plants. So, how plants are distributed over the entire world. That's explain. So, many factors affect distribution of plants. The major factors are evolutionary history of that particular plant and migration, then ecological amplitude, etc. There are many to explain. So, for the time being, I am going to explain this only. First of all, what is evolutionary history? Consider a plant. They may be ancient in origin or they may be recent. For a plant in a plant evolutionary history depends the distribution. So it affect evolutionary history affect the distribution of that particular plant. Ancient plant successful അത് നിലനിന്ന് പോകുന്നുണ്ട് എന്നാണ് അല്ലേ. അപ്പം ആ നിലനിന്ന് പോകുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ റെസിസ്റ്റീവ് ടോളറൻസ് ഒക്കെ കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് എ പ്ലാന്റ് അഫക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സം പ്ലാന്റ്സ് ആർ റീസെന്റ് ഇൻ ഒറിജിൻ. ചിലവർ റീസെന്റ് ആയിരിക്കും, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ഓക്കെ, റീസെന്റ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്ത സാധനത്തിന്റെ സ്പ്രെഡിങ് കപ്പാസിറ്റി അഥവാ ഇപ്പോൾ ഇവിടെ ഒറിജിനേറ്റ് ചെയ്തെന്ന് വരുമ്പോഴത്തേന് തന്നെ എല്ലാ ഭാഗത്തും എത്തിക്കൊള്ളണമെന്നില്ല. ഏൻഷ്യന്റ് ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ they are getting more chance to spread, but compared to recent in origin they may be restricted to some locality. Okay, so how evolutionary history species എങ്ങനെയാണ് evolve ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ just through natural hybridization, variations വരാം, സംഭവങ്ങളൊക്കെ മ്യൂട്ടേഷൻസ്, നാച്ചുറൽ സെലക്ഷൻ, ഇതൊക്കെയാണ് ഒരു മേജർ എവല്യൂഷണറി ഫാക്ടറുമായിട്ട് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്ലാന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്, എവല്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ സോഴ്സസ് എന്ന് പറയുന്നത്. Then comes the second factor, that is migration. It is the long distance or shifting from one place to another. അതിനെയാണ് migration എന്ന് പറയുന്നത്. It is a direct source which affect distribution of plants. So there are a lot of migration barriers. So migration എന്ന് പറയുന്ന ഈ മൂവ്മെന്റിനെ തടയുന്ന ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. We can classify them into three major portions. They are environmental barriers, biotic barriers, and the third one is geographic barriers. So what is environmental barrier? As ഒരു പ്ലാന്റിനെ എടുത്ത് നോക്കുക, ആ പ്ലാന്റിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് if they restrict their distribution, then it is known as environmental barriers. നമ്മളൊരു പെർട്ടിക്കുലർ കോൾഡിൽ വളരുന്ന ഒരു പ്ലാന്റിനെടുത്ത് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ what will happen? This plant may get destroyed, അല്ലേ? അല്ലെങ്കിൽ it cannot survive in this new environmental condition. So ഓരോ പ്ലാന്റിനും ഓരോ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ആ ക്ലൈമാറ്റിൽ നിന്നും അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്റ്റ് ദെയർ ഡിസ്ട്രിബ്യൂഷൻ. സോ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എസ്പെഷ്യലി ടെമ്പറേച്ചർ, എഡാഫിക് ഫാക്ടേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പോളിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ ടെമ്പറേച്ചർ, വിൻഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഓരോ റോൾ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ. സോ എൻവിയോൺമെന്റ് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ബാരിയർ, എന്തിനെതിരെയുള്ള ബാരിയർ അഗെയിൻസ്റ്റ് ദെയർ വൈഡർ ഡിസ്ട്രിബ്യൂഷൻ, അതിന് ഫാക്ട് ചെയ്യും. സോ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ നെക്സ്റ്റ് ഒരു ടേമാണ് ക്ലൈമാറ്റിക് ഫിക്സേഷൻ. ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പഠിക്കുമ്പോൾ ചിലവർക്ക് ചില റൂമിലിരുന്ന് തന്നെ പഠിക്കേണ്ടി വരും. അപ്പം അവർ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനുമായിട്ട് ഹൈലി ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ ചില പ്ലാന്റ്സ് ചില പെർട്ടിക്കുലർ റേഞ്ച് ഓഫ്
സോറി ചില പെർട്ടിക്കുലർ ക്ലൈമറ്റുമായിട്ട് വെൽ അഡാപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് അവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ദെയർ ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. സോ ക്ലൈമാറ്റിക് ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇഫ് എ പെർട്ടിക്കുലർ പ്ലാന്റ് ഇസ് ഫിക്സ്ഡ് അഥവാ ഇറ്റ് ക്യാൻ ടോളറേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഓൺലി, അങ്ങനെയാണെങ്കിൽ ക്ലൈമാറ്റിക് ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. ഈ ക്ലൈമാറ്റിക് ഫിക്സേഷൻ ഉള്ള പ്ലാന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ അതുപോലെ വരുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻ മാത്രമേ ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഫാക്ടേഴ്സ് വിച്ച് adversely affect the migration. They are animals may be a cause of this migration barriers, maybe a migration barriers, pest, mycorrhiza, etc. Can be a migration barrier, biotic migration barriers. Then comes the geographical barrier. Geography itself, if it restricts the migration, then it is known as geographical barriers. Oceans, ഇപ്പോൾ രണ്ട് ലാൻഡ് മാസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓഷ്യൻസ്, they may be a barrier for the transport of plants from that place to another. The second one, അപ്പോൾ അതൊരു പ്രശ്നമാണ്. മൗണ്ടെയിൻ, ഇപ്പോൾ ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട് in between two regions. This mountain will restrict the passage of individuals from this area. അപ്പോൾ ഒരു മൗണ്ടെയിൻ ഉണ്ട്, ഇവിടെ ഉള്ളൊരു പ്ലാന്റ്, ഈ മൗണ്ടെയിൻ കാരണം ഇവർക്ക് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയാവുമ്പോൾ അത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ ആൻജിയോസ്പേംസിൻ്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ടു നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ മൈഗ്രേഷൻ പോസിബിൾ ആയിട്ടിരിക്കുന്നത് ത്രൂ മെനി ഇന്റർകണക്റ്റഡ് ലാൻഡ് ബ്രിഡ്ജസ്. അതിനെയാണ് ഗേറ്റ്സ് ഓഫ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസ് മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ ഇത് ജിയോഗ്രഫിക്കൽ ബാരിയർ ആയിട്ട് വരുന്നതല്ല കേട്ടോ, നമ്മളൊരു എക്സ്പ്ലനേഷൻ, ഇങ്ങനെ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് പ്ലാന്റ്സിന് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. സോ എവല്യൂഷണറി ഹിസ്റ്ററി കഴിഞ്ഞു, മൈഗ്രേഷൻ കഴിഞ്ഞു. മൈഗ്രേഷനിലെ മൈഗ്രേഷൻ്റെ ബാരിയേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞു, എൻവിയോൺമെന്റ്, ബയോട്ടിക്, ജിയോഗ്രഫിക്കൽ. പിന്നെ മൈഗ്രേറ്റ് ചെയ്തതിനൊരു എവിഡൻസ് ആണ് southern to northern hemisphere migration of angiosperms through small land masses. They are known as gates of angiosperm. Now comes the ecological amplitude of a plant. This will directly affect the distribution of plant. What is ecological amplitude? A range of tolerance of plants towards conditions of the environmental conditions at a particular habit. ഒരു പർട്ടിക്കുലർ ഹാബിറ്റിൽ ഉണ്ടാകുന്ന റേഞ്ചസ് ഓഫ് എൻവിയോൺമെന്റൽ കണ്ടീഷനോട് ഒരു പ്ലാന്റ് കാണിക്കുന്ന ടോളറൻസിനെയാണ് ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കും. ചില പ്ലാന്റ്സിന് കണ്ടീഷൻ എൻവിയോൺമെന്റൽ കണ്ടീഷൻ 1, C2, C3, C4 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില പ്ലാന്റ്സിന് ഈ എൻവിയോൺമെന്റുമായിട്ടും കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ഈ എൻവിയോൺമെന്റുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് പോകാൻ പറ്റും. അഥവാ ഇഫ് എ പ്ലാന്റ് ഷോസ് ടോളറൻസ് ടുവേർഡ്സ് എ റേഞ്ച്, അഥവാ C1, C2, C3, C4 എന്നൊക്കെ പറയുന്നത് എന്താ, ഡിഫറെന്റ് എൻവിയോൺമെന്റൽ കണ്ടീഷൻസ് ആണ്. ഈ ഡിഫറെന്റ് എൻവിയോൺമെന്റൽ കണ്ടീഷൻസ് എവിടുത്തെയാണ്, ഒരു പെർട്ടിക്കുലർ ഹാബിറ്റാറ്റിലുള്ള ഡിഫറെന്റ് എൻവിയോൺമെന്റൽ കണ്ടീഷൻസുമായിട്ട് ഒരു പ്ലാന്റിനെ ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കഴിവിനെ പറയുന്ന പേരാണ് ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ്. സോ ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ്, ഹൗ ദേ പ്ലേ എ മേജർ റോൾ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ്. ഇഫ് ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് വെരി ഹൈ, ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് ഒരുപാടുണ്ടെങ്കിൽ അഥവാ ദേ ക്യാൻ സർവൈവ് എ സീരീസ് ഓഫ് എ ഗ്രേഡ് ഓഫ് നാച്ചുറൽ കണ്ടീഷൻ ആണെങ്കിൽ their survival rate will be very high and thereby the distribution of plants will be very high. അപ്പോൾ ഒരുപാട് കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെയും പറ്റും, അവിടെയും പറ്റും, അപ്പുറത്തും പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ചേഞ്ചസിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എൻവിയോൺമെന്റിൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ they will be distributed എങ്ങനെയായിരിക്കും,
കോസ്മോപൊളിറ്റനോ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇഫ് ഇവർക്ക് ക്ലൈമാറ്റിക് ഫിക്സേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അഥവാ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റുമായിട്ട് മാത്രമേ ഇവർക്ക് ഇതാക്കാൻ പറ്റുള്ളെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. അഥവാ C1 കണ്ടീഷനിലുള്ള ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ മാത്രമേ, എൻവയോൺമെന്റൽ കണ്ടീഷൻ മാത്രമേ അവർക്ക് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറവായിരിക്കും. ആ പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇക്കോളജിക്കൽ ആംപ്ലിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിക്കുക. നെക്സ്റ്റ് പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. 5 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഹൗ ദ പ്ലാന്റ്സ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, അതാണ് പാറ്റേൺസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബിഫോർ ദാറ്റ് വി വിൽ ഇൻട്രൊഡ്യൂസ് 3 terms. They are native, exotic and introduced. ഒരു ലൊക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഉണ്ടാവാറ്. ഒന്ന് നേറ്റീവ്, അവരെ അവിടെ തന്നെ ഉണ്ടായി അവിടെ തന്നെ ഗ്രോ ചെയ്തു വരും, ആ ലൊക്കേഷനിൽ തന്നെ കാണും. അങ്ങനെയുള്ള പ്ലാന്റ്സ്, നേറ്റീവ് പ്ലാന്റ്സ്, ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുള്ള, ആ ഏരിയയിൽ തന്നെ ഉള്ളതാണ്, ആ ഏരിയയിൽ തന്നെ അവർ വളർന്നു പോകും. എക്സോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എങ്ങനെയാണ്, ഇറ്റ് കെയിംസ് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻ, വേറൊരു ലൊക്കേഷനിൽ നിന്ന് വന്നതാണ്. ബട്ട് വിത്തൗട്ട് എനി പർപ്പസ്, ഒരു പർപ്പസും ഇല്ലാതെ. അഥവാ നമ്മളിപ്പോൾ ചില പ്ലാന്റ്സിനെ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അഥവാ കളകൾ പോലെ, ഇപ്പോൾ വാട്ടർ ഹയാസിന്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ആക്സിഡൻ്റലി ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യമൊന്നുമില്ലാതെ ഒരു ലൊക്കേഷനിൽ നിന്നും വേറെ ലൊക്കേഷനിലേക്ക് എത്തുന്ന ആളുകളാണ് എക്സോട്ടിക് എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡ്യൂസ്ഡ് വൺ, ദ തേർഡ് വൺ. ഇൻട്രൊഡ്യൂസ്ഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ പർപ്പസ്, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്നും വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെയാണ്, പ്ലാന്റ്സിനെയാണ് ഇൻട്രൊഡ്യൂസ്ഡ് വൺസ് എന്ന് പറയുന്നത്. സോ ബോത്ത് എക്സോട്ടിക് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് വൺസ് ആർ ഔട്ട്സൈഡ്, but one without any purpose and the other with purpose. അതാണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി പാറ്റേൺസ് ഓഫ് പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 major ones. They are continuous distribution and discontinuous distribution. It is again divided into many. So first of all, what is continuous distribution? Continuous distribution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if a plant can be seen all over the world, അല്ലെങ്കിൽ all over a locality, അല്ലെങ്കിൽ all over a particular condition, അങ്ങനെ കാണുന്നതിനെയാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്റർവീനിങ് ആയിട്ട്, അഥവാ ഈ ഒരു ഏരിയയിലുണ്ട് ഈ ഏരിയയിലില്ല, ഈ ഒരു ഏരിയയിലുണ്ട് ഈ ഒരു ഏരിയയിലില്ല, അങ്ങനെയല്ല, ത്രൂ ഔട്ട് ദാറ്റ് ബെൽറ്റ് യു ക്യാൻ സീ ദെയർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മളൊരു ഗ്ലോബ് എടുത്ത് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഇഫ് എ പ്ലാന്റ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദി ട്രോപ്പിക്, ഓൾ ഓവർ ദി ആർട്ടിക് സോൺ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്, അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാ ഭാഗത്തും കാണുന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഇന്റർവീനിങ് സ്പേസസ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. Continuous distribution can be classified into cosmopolitan distribution, circumpolar, circumboreal, circumaustral and pantropical distribution depending upon the region where it is found. Then what is cosmopolitan? Cosmopolitan distribution means if a taxon is distributed all over in all climatic conditions. So their ecological amplitude will be very high. So they can tolerate a grade of environmental condition or a grade of conditions. Like, അപ്പോൾ അങ്ങനെയുള്ളതിനാണ് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. ഇഫ് എ ടാക്സോൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് all over the world or in all climate, we can call it as cosmopolitan distribution. Example, Poya annua. Then circumpolar. If the plant is distributed to poles, either southern ആയിക്കോട്ടെ northern ആയിക്കോട്ടെ, പോളിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അതിനെയാണ് സർക്കംപോളാർ എന്ന് പറയുന്നത്. റാനൻകുലസ് നിവാലിസ് ആണ് ഒരു എക്സാമ്പിൾ. സർക്കംബോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേറ്റ് റീജിയൻസ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ ടെമ്പറേറ്റ് റീജിയനിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അതിനെയാണ് എക്സാമ്പിൾ ആണ് അൾനസ്. സർക്കം ഓസ്ട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. സദേൺ
ഹെമിസ്ഫിയർ അഥവാ ടെമ്പറേറ്റ് റീജിയൻസ് ഓഫ് സദേൺ ഹെമിസ്ഫിയർ ആണ് കേട്ടോ. എക്സാമ്പിൾ ഡാൻതോണിയ. Then pan-tropical, you can see their distribution throughout the tropics. അതിനെയാണ് pan-tropical എന്ന് പറയുന്നത്. ബോഹീനിയ, കാഷ്യ ഇതിനൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. Next is discontinuous or a disjunct distribution. If a taxon is present widely distant, geographically distant, unconnected areas. So if it is found here and it is not found here and it is found here, then they are seen as widely separated. Like geographical location widely separated geographical location discontinuous or disjunct distribution. So magnolia enjoys discontinuous distribution. They can be seen in India, Sri Lanka, China and America. So discontinuous ഓരോ പാർട്ടും ഡിഫറെന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കാണും, ചൈനയിൽ കാണും, അമേരിക്കയിൽ കാണും, ശ്രീലങ്കയിൽ കാണും, ചൈനയിൽ കാണും. അതിപ്പോൾ ജിയോഗ്രഫിക്കലി ഡിസ്റ്റന്റ് ആയിട്ടുള്ള പാർട്ടുകൾ കാണും. അതിനെയാണ് discontinuous distribution എന്ന് പറയുന്നത്. ഇനി now we are going to explain about the hypothesis about this which explains the discontinuous distribution. Many hypotheses ഉണ്ട്. അതിലിപ്പോൾ രണ്ടെണ്ണമാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സൽ ഹൈപ്പോത്തസിസ്, രണ്ടാമത്തത് മൈഗ്രേഷൻ ഹൈപ്പോത്തസിസ്. ലോങ് ഡിസ്റ്റൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാന്റിന്റെ പ്രൊപ്പഗ്യൂൾ അത് വിൻഡോ അല്ലെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സോ വഴി ഒരു ഏരിയയിൽ നിന്ന്, ഇപ്പോൾ ഞാനിവിടെ ബേർഡ്സിനെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഡാർവിനും വല്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയന്റിസ്റ്റുമാരാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബേർഡ് പി എന്ന് പറയുന്നത് പ്രൊപ്പഗ്യൂളാണ്. ആ പ്ലാന്റിന്റെ പ്രൊപ്പഗ്യൂളിനെ ഈ ഏരിയയിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് ലോങ് മൈഗ്രേഷന് ശേഷം ഇറ്റ് ഡ്രോപ്സ് ദിസ് ജെർമ്യൂൾ ടു അനദർ ലൊക്കേഷൻ. വേറെ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നു വിത്തൗട്ട് ഫോളിങ് അല്ലെങ്കിൽ വിത്തൗട്ട് ഡ്രോപ്പിംഗ് ദ ഇന്റർവീനിങ് സ്പേസ്. ഇപ്പൊ ഈ സ്പേസിലൊന്നും ഇടാതെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് എന്ന് പറയുന്നത് ഇത്ര അടുത്താണെന്ന് കരുതരുത്. അതൊരു ലോങ് മൈഗ്രേഷന് ശേഷം ഇഫ് ഇറ്റ് ഡ്രോപ്സ് ദാറ്റ് പെർട്ടിക്കുലർ ജെർമ്യൂൾ in another location, then it is known as long distance dispersal hypothesis. But ഇതിന് സയന്റിഫിക് സപ്പോർട്ട് കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. മീൻസ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇങ്ങനത്തെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഡിസ്പേഴ്സൽ വഴിയാണ് എല്ലാം ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി എന്നുള്ളതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വേറെയുള്ള ഹൈപ്പോത്തസിസുകൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ദെൻ കംസ് ദ മൈഗ്രേഷൻ ഹൈപ്പോത്തസിസ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് പോവുക അല്ലേ. അത് ബേർഡ്സ് വഴിയാകാം അല്ലെങ്കിൽ ആസ് സച്ച് ആ പ്ലാന്റ്സ് തന്നെ ആയിരിക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവര് ഒരു ബേർഡ്സ് ഒരു പ്രൊപ്പഗ്യൂളിനെ കൊണ്ടുപോകും. ആ പ്രൊപ്പഗ്യൂളിനെ ബേർഡ്സ് എല്ലാ ഏരിയയിലും ഡ്രോപ്പ് ചെയ്യും. ഇവിടെ എങ്ങനെയായിരുന്നു, ഈ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലാണ് ഡ്രോപ്പ് ചെയ്തത്. അവിടെ ബേർഡ്സ് വന്നിട്ടില്ല എന്ന് കരുതും. ബേർഡ്സ് വന്നു, പ്രൊപ്പഗ്യൂൾസ് എടുത്തു, എല്ലാ ഏരിയയിലും ഡ്രോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഈ ഒരു ഏരിയ മൊത്തം മൈഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആവും. ബട്ട് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി സം ഏരിയയിൽ ഈ പ്ലാന്റ്സ് നശിച്ചു പോവുകയാണെങ്കിൽ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നോക്കിയിട്ട് മുന്നേ ഇത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലായിരുന്നു. നൗ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി ദേ മേ ഗെറ്റ് ഡെസ്ട്രോയ് അല്ലേ. അപ്പോൾ ഡെസ്ട്രോയ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രശ്നം, ഇതിനിപ്പോൾ ഈ ഏരിയയിലും കാണും, ഈ ഏരിയയിലും കാണും, ഇന്റർവീനിങ് സ്പേസിൽ കാണില്ല. അപ്പൊ അങ്ങനെയുള്ള ഹൈപ്പോത്തസിസിനെയാണ് ആ മൈഗ്രേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. മൈഗ്രേഷൻ സംഭവിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റി ദേ മേ ഗെറ്റ് ഡെസ്ട്രോയ്ഡ്. അപ്പോൾ ദെയർ ഡിസ്ട്രിബ്യൂഷൻ ബിക്കംസ് എങ്ങനെയായിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ഓർ ഡിസ്ജങ്ക്റ്റ് ആയിട്ട് മാറും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.